ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഗ്ലോബൽ പാരാമീറ്റേഴ്സ് ഫോർ കമ്പനി കോഡ്. Global parameters control how a company code behave in the SAP system. These parameters influence the way system process the business transactions. Global parameters are divided into two categories: accounting organization, processing parameters. ഗ്ലോബൽ പാരാമീറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പനി കോഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫിഗറേഷൻ്റെ ഓവർവ്യൂ ആണ്. നമ്മൾ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള ബേസിക് കോൺഫിഗറേഷൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഗ്ലാൻസ് കിട്ടാനായിട്ട് നമുക്ക് ഗ്ലോബൽ പാരാമീറ്റേഴ്സ് എന്ന ഈ സ്റ്റെപ്പ് യൂസ് ചെയ്യാം. നമ്മൾ ഈ ഗ്ലോബൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണുന്നത് 2 സെക്ഷനായിട്ടായിരിക്കും. അതിൽ ഫസ്റ്റ് സെക്ഷൻ വരുന്നത് അക്കൗണ്ടിങ് ഓർഗനൈസേഷനാണ്. അതായത് അതിൽ നമ്മുടെ കമ്പനിയുടെ ഓർഗനൈസേഷൻ ഡാറ്റ മൊത്തം കാണാൻ പറ്റും. നമ്മൾ കോൺഫിഗറേഷൻ ചെയ്തപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറൊക്കെ കോൺഫിഗർ ചെയ്തില്ലേ, അപ്പോൾ അവിടെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഡാറ്റയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ പ്രോസസ്സിംഗ് പാരാമീറ്റേഴ്സിലോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ്, പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ്, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും അവിടെ നമ്മൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, നമുക്കിതെങ്ങനെ സിസ്റ്റത്തിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഗ്ലോബൽ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യാനുള്ള ടി കോഡ് OBY6 ആണ്. ഓക്കെ, ഇനി നമുക്ക് സീക്വൻസ് വഴി എങ്ങനെ പോകുന്നതെന്ന് നോക്കാം. SPRO, SAP റെഫറൻസ് IMG, ദെൻ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഗ്ലോബൽ സെറ്റിംഗ്, ഗ്ലോബൽ പാരാമീറ്റേഴ്സ് ഫോർ കമ്പനി കോഡ്, എൻ്റർ ഗ്ലോബൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, നമുക്കിവിടെ പൊസിഷൻ എടുത്തിട്ട് കമ്പനി കോഡ് എൻ്റർ ചെയ്യാം. ഓക്കെ, കമ്പനി കോഡ് ഓപ്പൺ ചെയ്യാം. ഈ സ്ക്രീനിലോട്ട് വരുമ്പോൾ നമുക്ക് കമ്പനി കോഡ് കാണാൻ പറ്റും. ടാറ്റ മോട്ടോഴ്സ്, കൺട്രി IN ഇന്ത്യ, ദെൻ ലൊക്കേഷൻ ചെന്നൈ, കറൻസി INR, ലാംഗ്വേജ് കീ ഇംഗ്ലീഷ്. ചാർട്ട് ഓഫ് അക്കൗണ്ട് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നതിൻ്റെ കാരണം നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട് ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ടിലോട്ടാണ് പോകാനുള്ളത്. അത് ജനറൽ ലെഡ്ജർ എന്ന് പറയുന്ന മൊഡ്യൂളിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റെപ്പാണ്. പേരൻറ്റ് കമ്പനി ഡീറ്റെയിൽസ് ടാറ്റ 00, ദെൻ FM ഏരിയ TM77, ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ TM77, ദെൻ ഫിസ്ക്കൽ ഇയർ വേരിയൻറ്റ് Z5, ദെൻ താഴോട്ട് വരികയാണെങ്കിൽ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ്, പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ്, അങ്ങനെ കുറേ കോൺഫിഗറേഷൻ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വിക്കായിട്ടുള്ള ഒരു ഓവർവ്യൂ, കോൺഫിഗറേഷൻ്റെ ഓവർവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. താങ്ക് യു.